السلام عليكم ورحمة الله وبركاته. الحمد لله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد، فإن خير الكلام كلام الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة. أعوذ بالله من الشيطان الرجيم. وقالوا أإذا ضللنا في الأرض أإنا لفي خلق جديد بل هم بلقاء ربهم كافرون. قل يتوفاكم ملك الموت الذي وكل بكم ثم إلى ربكم ترجعون. സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, വിശ്വാസികളെ, സൂറത്തു സജ്ദ 9 ആയത്തുകളാണ് കഴിഞ്ഞ നമ്മുടെ അവസരങ്ങളിലൂടെ വിശദീകരിക്കപ്പെട്ടത്. തുടർന്നുള്ള ആയത്തുകളിൽ 2 ഇന്ന് നമുക്ക് മനസ്സിലാക്കുവാനുള്ളത്. വഖാലു, അവർ പറയുകയും ചെയ്തു. പരലോക നിഷേധികളായ, പുനരുത്ഥാന നാള് നിഷേധിക്കുന്ന അറേബ്യൻ കാഫിറുകൾ, മുശ്രിക്കുകൾ, അവർ പറയുകയും ചെയ്തു, അഇദാ ദലൽനാ, നാം മറഞ്ഞു പോയതിൻ്റെ ശേഷമോ. ലല്ല എന്നുള്ളതിന് പല അർത്ഥങ്ങളുണ്ട്. ഒന്ന് പഴച്ചുപോയി, ദല്ല. മറ്റൊന്ന് ഇല്ലാതെയായി, മറഞ്ഞുപോയി, ഗാബ എന്ന അർത്ഥത്തിലും പ്രയോഗിക്കും. അതുപോലെ തന്നെ നാമാവശേഷമായി എന്ന അർത്ഥത്തിലും ലല്ല പ്രയോഗിക്കുന്നുണ്ട്. അപ്പം എന്തായി അർത്ഥം? ഇദാ ദലൽന, ഞങ്ങൾ മറഞ്ഞു പോയതിൻ്റെ ശേഷം, ഞങ്ങൾ മറഞ്ഞു പോയാൽ, ഇദാ ദലൽന, ഞങ്ങൾ മറഞ്ഞുപോയാൽ. എവിടെ മറഞ്ഞുപോയാൽ? ഫിൽ അർളി, ഭൂമിയിൽ. അപ്പം ഞങ്ങൾ ഭൂമിയിൽ മറഞ്ഞ് പാഴായി പോയാൽ, അഇന്ന, തീർച്ചയായും നമ്മളാകുമെന്നോ, തീർച്ചയായും ഞങ്ങൾ ആയിത്തീരുമെന്നോ. ലഫീ ഖൽഖിൻ ജദീദ്, പുതിയ ഒരു സൃഷ്ടിപ്പിലായിക്കൊണ്ട്. ലഫീ ഖൽഖിൻ, ഖൽഖ് എന്ന് പറഞ്ഞാൽ സൃഷ്ടിപ്പ്, ജദീദ് എന്ന് പറഞ്ഞാൽ പുതിയ. ഒരു പുതിയ സൃഷ്ടിപ്പിലായിക്കൊണ്ട് നമ്മൾ വീണ്ടും മടങ്ങി വരുമെന്നാണോ? ഇതാണ് ചോദിക്കുന്നത്. ഇന്നാ ലഫീ ഖൽഖിൻ ജദീദ്, ഒരു പുതിയ സൃഷ്ടിപ്പിലായിക്കൊണ്ട് ഞങ്ങൾ വീണ്ടും തിരിച്ചു വരുമെന്നോ. ബൽ, എന്നാൽ, മാത്രമല്ല അവർ, ബൽഹും, എന്നാൽ അവർ, ബിലിഖാഇ റബ്ബിഹിം, അവരുടെ രക്ഷിതാവുമായി കണ്ടുമുട്ടുന്നതിനെ സംബന്ധിച്ച്, അവരുടെ രക്ഷിതാവുമായി കണ്ടുമുട്ടുന്നതിനെ സംബന്ധിച്ച് കാഫിറൂന, അവിശ്വസിക്കുന്നവരാണ്. അള്ളാഹുവിനെ കണ്ടുമുട്ടുകയില്ല എന്നാണ് അവർ പറയുന്നത്. ഇതിലെ വിഷയം എന്താണ്? നമ്മൾ സൂറത്ത് യാസീനിലൊക്കെ പഠിച്ചിട്ടുള്ള കാര്യം തന്നെയാണ്. പരലോക നിഷേധികളായിരുന്ന അറേബ്യൻ മുശ്രിക്കുകളിലെ ഭൂരിപക്ഷം മരണാനന്തരം ഒരു ജീവിതമില്ല, മരണത്തോടുകൂടിയെല്ലാം അവസാനിച്ചു എന്ന് പറയുന്ന ആളുകളായിരുന്നു.
മാത്രമല്ല നമ്മളന്ന് അവർ പറഞ്ഞ ഉദാഹരണങ്ങൾ പോലും നമ്മൾ എടുത്തു പറയുകയുണ്ടായി സൂറത്ത് യാസീനിൽ. وضرب لنا مثلا ونسي خلقه قال من يحيي العظام وهي رميم قل يحييها الذي أنشأها أول مرة وهو بكل خلق عليم. നുരുമ്പിയ എല്ലുകൾ എടുത്തുകൊണ്ട് അതിനെ പൊടിച്ച് ഇദാ കുന്നാ ഇളാമൻ നഖിറ ഖാലു തിൽക ഇദൻ കറത്തുൻ ഖാസിറ സൂറത്തുൻ നാസിയാത്തിൽ. അതൊക്കെ അവരുടെ ചോദ്യങ്ങളാണ്. അതായത് നുരുങ്ങിപ്പോയ എല്ലുകൾ പിന്നെ അതിനെ വീണ്ടും ജീവിപ്പിക്കുകയോ അങ്ങനെ ഒന്നും സംഭവിക്കൂല. ആ ആശയം തന്നെയാണ് ഇവിടെയും പറയുന്നത്. വഖാലു അവർ പറയുന്നു, ഈ അറേബ്യൻ മുശ്രിക്കുകൾ പറയുന്നു, ഇദാ ദലൽനാ നാം മറഞ്ഞു പാഴായി പോയിട്ടും. അതാണ് ലല്ല. ലല്ല ഇങ്ങനെ സർഫാക്കിയാൽ ലല്ല ലല്ല ലല്ലു, അവസാനം ലലൽതു ഞാൻ പഴച്ചു, ലലൽന ഞങ്ങൾ പഴച്ചു, ഞങ്ങൾ ലലൽന ഞങ്ങൾ മറഞ്ഞു പോയതിൻ്റെ ശേഷം. അതാണ് ഗാബ എന്ന അറബിയിൽ അതിന് അർത്ഥമുണ്ട് എന്ന് ഞാൻ പറഞ്ഞത്. ഇൻ ഗിബ്ന ഞങ്ങൾ മറഞ്ഞു പാഴായി പോയതിൻ്റെ ശേഷം. എവിടെ? ഫിൽ അർളി ഭൂമിയിൽ, അഥവാ മരിച്ച് ഖബറടക്കി കഴിഞ്ഞതിൻ്റെ ശേഷം എന്നർത്ഥം. ഇന്ന നമ്മളാകുമെന്നോ. എന്താണ് അവിടെ ചോദിക്കുകയാണ്? ഇന്ന തീർച്ചയായും നമ്മളാകുമെന്നോ എന്ന് പറഞ്ഞാൽ അവിടെ ഒരു സാങ്കല്പിക അർത്ഥമുണ്ട്. നമ്മൾ മടങ്ങി വരുമെന്നോന്ന്, നമ്മളെ വീണ്ടും മടങ്ങി വരുമെന്നോ. ഏതിലായിക്കൊണ്ട് മടങ്ങി വരുമെന്നോ? ലഫീ ഖൽഖിൻ ജദീദ്, ഒരു പുതിയ സൃഷ്ടിപ്പിലായിക്കൊണ്ട്. അപ്പോൾ വീണ്ടും മരണത്തിൻ്റെ ശേഷം വീണ്ടും വേറൊരു സൃഷ്ടിപ്പിലായിക്കൊണ്ട് തിരിച്ചു വരും പരലോകത്തേക്ക് എന്നാണോ? അതൊരിക്കലും സാധ്യമല്ല. അതാണ് ആശയം. പരലോകത്തെ നിഷേധിക്കുന്ന അവരെ സംബന്ധിച്ചാണ് ഇവിടെ അല്ലാഹു തആല പറയുന്നത്. നമ്മുടെ ശരീരവും ഒക്കെ മണ്ണിൽ ഛിന്ന ഭിന്നമായി അതൊക്കെ നുരുമ്പി എല്ലാം നശിച്ചു പോയതിൻ്റെ ശേഷം വീണ്ടും നമ്മളെ വീണ്ടും ജീവിപ്പിക്കുമെന്നാണോ ഈ പറയുന്നത്? അതൊരിക്കലും അംഗീകരിക്കാനാവില്ല. അള്ളാഹുവിൻ്റെ കഴിവിനെക്കുറിച്ചല്ല അവർക്ക് സംശയം, അതൊന്നുമല്ല. അള്ളാഹിനെ കണ്ടുമുട്ടാൻ അവർക്ക് ഇഷ്ടമല്ല. അതാണ് അള്ളാഹ് പറയുന്നത്. ബൽ എന്നാൽ ഹും അവർ, വിഷയം അതൊന്നുമല്ല, ബിലിഖാഇ റബ്ബിഹിം അവരുടെ രക്ഷിതാവിനെ കണ്ടുമുട്ടുന്നതിനെ സംബന്ധിച്ച് കാഫിറൂന അവർ അവിശ്വസിക്കുന്നവരാണ്. ഇനി അള്ളാഹിൻ്റെ അടുക്ക പോയിട്ട് പിന്നെ കണക്കൊന്നും പറയേണ്ടി വരില്ല. മരണാനന്തരം ഒരു ജീവിതമില്ല, മരണത്തോടുകൂടെ എല്ലാം കഴിഞ്ഞു, എല്ലാം ഇതോടുകൂടെ അവസാനിച്ചു, ഇനി ഒരു ജീവിതമില്ല. ഇതായിരുന്നു അവരിലെ മഹാഭൂരിപക്ഷവും വിശ്വസിച്ചിരുന്നത്. അതിനെക്കുറിച്ചാണ് ഇവിടെ അല്ലാഹു തആല ഈ പറയുന്നത്. അവരല്ലാഹിനെ കാണണമെന്ന് അവർ ആഗ്രഹിക്കുന്നില്ല, അള്ളാഹുവിനെ കണ്ടുമുട്ടണം എന്നവർ പ്രതീക്ഷിക്കുന്നില്ല. അങ്ങനെ സംഭവിക്കൂല. ആ കണ്ടുമുട്ടലിനെ, വിചാരണയെ ഒക്കെ അവർ തള്ളിക്കളയുകയാണ്. ഇതാണ് ഈ ആയത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തുന്നത്. എന്നാൽ അടുത്ത ആയത്തിൽ അല്ലാഹു തആല പറയാണ്, ഖുൽ പറയൂ പ്രവാചകരെ, യതവഫാക്കും നിങ്ങളെ മരിപ്പിക്കും. തവഫ എന്ന് പറഞ്ഞാൽ പൂർണ്ണമായി ഏറ്റെടുത്തു എന്നാണ് ഭാഷാർത്ഥം. തവഫ എന്ന് പറഞ്ഞാൽ പൂർണ്ണമായി ഏറ്റെടുത്തു. അതിന് മുലാരിയാണ് യതവഫ. ഖുൽ യതവഫാക്കും പറയൂ പ്രവാചകരെ, യതവഫാക്കും നിങ്ങളെ പൂർണ്ണമായും ഏറ്റെടുക്കുന്നതാണ്, അല്ലെങ്കിൽ നിങ്ങളെ മരിപ്പിക്കുന്നതാണ്. ഖുൽ നബിയെ പറയുക, യതവഫാക്കും നിങ്ങളെ മരിപ്പിക്കുന്നതാണ് മലക്കുൽ മൗത്തി മരണത്തിൻ്റെ മലക്ക്. അല്ലതീ എങ്ങനത്തെ മരണത്തിൻ്റെ മലക്കാണ്? വക്കിലബിക്കും നിങ്ങളുടെ കാര്യം ഏൽപ്പിക്കപ്പെട്ടതായ മരണത്തിൻ്റെ മലക്ക് നിങ്ങളെ പരിപൂർണമായും ഏറ്റെടുക്കുക തന്നെ ചെയ്യും, അല്ലെങ്കിൽ നിങ്ങളെ മരിപ്പിക്കുന്നതാണ്. സുമ്മ ഇലാ റബ്ബിക്കും തുർജഊൻ സുമ്മ പിന്നീട് ഇലാ റബ്ബിക്കും നിങ്ങളുടെ രക്ഷിതാവിൻ്റെ അടുക്കലേക്ക് തുർജഊൻ
നിങ്ങൾ മടക്കപ്പെടുകയും ചെയ്യുന്നതാണ്. അള്ളാഹു കൊടുത്ത മറുപടിയാണ്. അങ്ങനെ ഒന്നും സംഭവിക്കൂല, മരണാനന്തര ഒരു ജീവിതമൊന്നുമില്ല എന്നാണല്ലോ അപ്പോൾ അവർ പറയണത്. അതിന് നബിയെ ഖുൽ, പറയൂ അവരോട്, യതവഫാക്കും, നിങ്ങളെ മരിപ്പിക്കുക തന്നെ ചെയ്യും, നിങ്ങളെ മരണപ്പെടുത്തും, പൂർണ്ണമായി ഏറ്റെടുക്കും. ഇവിടെ പരിശുദ്ധ ഖുർആനിൽ നമ്മുടെ മരിപ്പിക്കുന്നതിനെക്കുറിച്ചും അതുപോലെ തന്നെ പൂർണ്ണമായി ഏറ്റെടുക്കുന്നതിനെക്കുറിച്ചൊക്കെ ഇതന്നെ പ്രയോഗിച്ചത്. ഇപ്പോൾ അല്ലാഹു യതവഫൽ അൻഫുസ ഹീന മൗതിഹ വല്ലതി ലം തമുത് ഫി മനാമിഹ ഫയുംസികുല്ലതി ഖദാ അലൈഹൽ മൗത വയുർസിലുൽ ഉഖ്റാ ഇലാ അജലിൻ മുസമ്മ. അല്ലാഹു യതവഫൽ അൻഫുസ, അല്ലാഹു തആല ആത്മാക്കളെ പരിപൂർണമായും പിടിച്ചെടുക്കുന്നു. ഹീന മൗതിഹ, അതിൻ്റെ മരണനേരത്ത്. വല്ലതി ലം തമുത് ഫി മനാമിഹ, കണ്ടോ, മരണം വിധിച്ചിട്ടില്ലാത്ത ആത്മാവിനെയും അല്ലാഹു തആല പിടിച്ചെടുക്കും. ഫി മനാമിഹ, ഉറക്കത്തിൽ. അപ്പോൾ ഉറങ്ങുന്ന നേരത്തും അല്ലാഹു റൂഹിനെ പിടിക്കുന്നുണ്ട്, മരണനേരത്തും റൂഹിനെ പിടിക്കുന്നുണ്ട്. രണ്ട് പിടുത്തം പറയുന്നുണ്ട്. ഒന്ന് മരണനേരത്ത് റൂഹിനെ പിടിക്കുന്നുണ്ട്, മറ്റൊന്ന് നമ്മുടെ ഉറക്കത്തിൽ ഉറങ്ങുമ്പോൾ റൂഹിനെ പിടിക്കുന്നുണ്ട്. പിന്നെ പറഞ്ഞത് എന്താണ്? വല്ലതി ലം തമുത് ഫീ മനാമിഹ ഫയുംസികുല്ലതി ഖദാ അലൈഹൽ മൗത്ത്. മരണം അള്ളാഹു തീരുമാനിച്ചിട്ടുള്ള റൂഹിനെ അള്ളാഹു അവിടെ തന്നെ പിടിച്ചു വെക്കും, ആത്മാവിനെ അവിടെ തന്നെ പിടിച്ചു വെക്കും. വയുർസിലുൽ ഉഖ്റാ ഇലാ അജലിൻ മുസമ്മ. മരണം വിധിച്ചിട്ടില്ലാത്തതിനെ അള്ളാഹു എന്ത് ചെയ്യും? എടുത്ത് തിരിച്ചു കൊടുക്കും. അപ്പോഴാണ് നമ്മൾ ഉണരുന്നത്. ആ ഉണർച്ച അങ്ങനെ തുടരും. ഏതുവരെ? നമുക്ക് നിശ്ചയിക്കുന്ന അവധി കാലം വരെ. ഇലാ അജലിൻ മുസമ്മ, നിർണയിക്കപ്പെട്ട ഒരു അവധി കാലം വരെ. അപ്പോൾ ഉറക്ക് ഒരു മിനി മരണം എന്നാണ് അല്ലാഹു തആല തന്നെ പറയുന്നത്. നമ്മുടെ ഉറക്കത്തിൽ നമ്മൾ ആത്മാവിനെ പിടിക്കുന്നുണ്ട്. ആത്മാവ് വേറെ, ജീവൻ വേറെയാണ്. ആത്മാവ് വേറെ, ജീവൻ വേറെ. കാരണം ഒരു മാതാവിൻ്റെ ഗർഭാശയത്തിൽ ഒരു കുഞ്ഞിന് റൂഹ് ഊതുന്നത് 4-ാം മാസത്തിലാണ്. അതാണ് റൂഹ്. അതേ അവസരത്തിൽ ഹയാത്ത്, അതിന് ജീവൻ തുടക്കത്തിലേ. കാരണം ബീജത്തിന് ജീവനുണ്ട്, അത് പടച്ചങ്ങനെ പോവുകയാണ്. മാതാവിൻ്റെ അണ്ടവുമായിട്ടത് തുളഞ്ഞ് സിക്താണ്ഡമായി രൂപപ്പെട്ട് പിന്നെ കുറേ നാളുകൾക്ക് ശേഷമാണ് 4-ാം മാസത്തിലാണ് പിന്നെ അതിൽ എന്ത് വരുന്നത്? റൂഹ് വരുന്നത്. അതിന് മുമ്പ് അതിൻ്റെ വളർച്ച എന്തുകൊണ്ടാണ്? ജീവനാണ്. അപ്പോൾ റൂഹും ജീവനും വേറെയാണ്. വലിയ വിഷയമാണ്, അല്ലാതെ തലയിൽ കൊടുക്കണ്ട. ഞാൻ പറയുക, കാരണം ഇത് നമുക്ക് ചർച്ച ചെയ്യാൻ പറ്റിയ കാര്യമല്ല. അല്ലാഹു തആലയുടെ റസൂലിനോട് വരെ അള്ളാഹ് പറഞ്ഞത് എന്താണ്? യസ്അലൂനക അനിർ റൂഹ്. നബിയെ, എന്താ ഈ റൂഹ് എന്ന് അവർ നിന്നോട് ചോദിക്കുന്നുണ്ട്. ഖുൽ, നബിയെ മറുപടി പറഞ്ഞേക്ക്, അർ-റൂഹു മിൻ അംരി റബ്ബി. റൂഹിനെ പറ്റി പൂർണ്ണമായിട്ട് പറയാൻ എന്നെക്കൊണ്ട് പറ്റൂല, അതെൻ്റെ റബ്ബിൻ്റെ കാര്യങ്ങളിൽപ്പെട്ടതാണ്. എന്നിട്ട് പറഞ്ഞു, വമാ ഊതീതും മിനൽ ഇൽമി ഇല്ലാ ഖലീല. നിങ്ങൾക്ക് അറിവിൽ നിന്ന് വളരെ കുറച്ചല്ലാതെ നൽകപ്പെട്ടിട്ടില്ല. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് ചോദിച്ച ചോദ്യത്തിന് അള്ളാഹിൻ്റെ റസൂല് നബി എങ്ങനെ മറുപടി പറയണമെന്ന് പഠിപ്പിച്ച കോലമാണ് ഇപ്പോൾ നമ്മൾ ഈ കേട്ടത്. പിന്നെ ആ റൂഹിൻ്റെ ലോകം നമ്മൾ ചർച്ച ചെയ്തിട്ട് വല്ല കാര്യമുണ്ടോ? ഇപ്പോൾ ഇസ്ലാമിക പ്രമാണങ്ങളിൽ വന്നതൊക്കെ നമുക്ക് മനസ്സിലാക്കാം, അല്ലാത്തതൊന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധ്യമല്ല. അപ്പോൾ റൂഹിനെ 2 ഘട്ടത്തിൽ അള്ളാഹ് പിടിക്കുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലായി. ഒന്ന് മരണനേരത്ത് പിടിക്കുന്നുണ്ട്, മറ്റൊന്ന് ഉറക്കത്തിൽ പിടിക്കുന്നുണ്ട്. മരണം വിധിച്ചതാണെങ്കിൽ ആ ഉറക്കത്തെ പിടിച്ച ആത്മാവിനെ പിന്നെ തിരിച്ചു കൊടുക്കൂല, മറ്റേതോ ഇവിടെ തിരിച്ചു കൊടുക്കും. അപ്പോൾ ഉണരും. പിന്നെ കുറേ കാലം നമുക്ക് ആ നിശ്ചയിക്കപ്പെട്ട മരണത്തിൻ്റെ അജലത്തോളം നമ്മളങ്ങനെ ജീവിക്കും. ഇതാണ് തവഫ എന്നൊക്കെ പറയുന്നത്. പിന്നെ മഹാനായ ഈസ നബി അലൈഹിസ്സലാമിനെ കുറിച്ച് അല്ലാഹു തആല പ്രയോഗിച്ചതും തവഫ എന്നാണ്. വെറും മരിപ്പിക്കുക എന്നുള്ളതിനല്ല തവഫ എന്ന് പറയാന്നുള്ളതിനാണ് ഞാനത് ഓർമ്മപ്പെടുത്തുന്നത്.
ഈസാ നബി അലൈഹി ഇസ്ലാമിനോടും മാതാവിനോടും അല്ലാഹു തആല മഹ്ശറിൽ നിന്നൊരു വിചാരണ നടത്തുന്ന രംഗം ഖുർആൻ വളരെ വ്യക്തമായി പറയുന്നുണ്ട്. അൻത ഖുൽത ലിന്നാസി ഇത്തഖിദൂനി വ ഉമ്മിയ ഇലാഹൈനി മിൻ ദൂനില്ലാഹ്, എന്നെയും എൻ്റെ മാതാവിനെയും അള്ളാഹുവിനു പുറമേ നിങ്ങൾ ആരാധിച്ചോളൂ എന്ന് നിങ്ങൾ പറഞ്ഞിരുന്നോ, നീ പറഞ്ഞിരുന്നോ ജനങ്ങളോട്? ഈസാ നബി അലൈഹിസ്സലാം അള്ളാഹുവിൻ്റെ മുമ്പിലുള്ള സ്റ്റേറ്റ്മെൻറ്റ് കൃത്യമായിട്ട് തൻ്റെ നിരപരാധിത്വം പറയും. അള്ളാഹുവേ, ഞാനത് പറഞ്ഞിട്ടില്ല. മാ ഖുൽതു ലഹും ഇല്ലാ മാ അമർത്തനീ ബിഹി അൻ അഅ്ബുദുല്ലാഹ റബ്ബി വ റബ്ബക്കും വകുൻതു അലൈഹിം ഷഹീദ മാ ദുംതു ഫീഹിം. ഞാൻ അവരിൽ ഉള്ളയിടത്തോളം കാലം ഞാൻ അങ്ങനെയേ പഠിപ്പിച്ചിട്ടുള്ളൂ, അത് മാത്രമേ ഞാൻ ഉത്ബോധിപ്പിച്ചിട്ടുള്ളൂ. എന്നെയോ എൻ്റെ ഉമ്മാനെയോ ആരാധിക്കണമെന്ന് ഞാൻ ഒരിക്കലും പറഞ്ഞിട്ടില്ല. ഞാൻ ജീവിച്ചിരിക്കുന്ന കാലത്ത് ഞാൻ അതിന് നേർസാക്ഷിയായിരുന്നു. അടുത്ത വാചകം നോക്കൂ. ഫലമ്മ തവഫൈതനി, നീ എന്നെ പൂർണ്ണമായി ഏറ്റെടുത്തതിൻ്റെ ശേഷം, കുൻത അൻത റഖീബ് അലൈഹിം വ അൻത അലാ കുല്ലി ഷൈഇൻ ഷഹീദ്, നീ ആയിരുന്നു പിന്നെ അവരുടെ കാര്യങ്ങളൊക്കെ നിരീക്ഷിച്ചിരുന്നത്, നീ ആയിരുന്നു പിന്നെ അവരുടെ എല്ലാ കാര്യങ്ങൾക്കും ദൃക്സാക്ഷിയായിട്ട് ഉണ്ടായിരുന്നത്. പിന്നെ എനിക്കറിയില്ല. അപ്പോൾ നോക്കൂ നിങ്ങൾ, അമ്പിയാക്കൾ അവർ ഹയാത്തിലുള്ളപ്പോഴാണ് അവർക്ക് ഇവിടുത്തെ കാര്യങ്ങളറിയാം. വഫാത്ത് നടന്നിട്ടില്ലാത്ത പ്രവാചകനാണ് ആര്? ഈസാ അലൈഹി സ്വലാം. അവിടെ എന്നെ ഏറ്റെടുത്തതിൻ്റെ ശേഷം എന്ന് പറഞ്ഞാൽ ഈസാ അലൈഹി സ്വലാം, നമ്മൾ അഹ്ലുസുന്ന വിശ്വസിക്കുന്നത് എന്താണ്? ഈസാ നബി അലൈഹി സ്വലാമിനെ അല്ലാഹു തആല ഉടലോടെ ആകാശലോകത്തേക്ക് ഉയർത്തിയിരിക്കുകയാണ്, മരണപ്പെട്ടിട്ടില്ല. ഇനി അന്ത്യകാലത്ത് ഈസാ അലൈഹി സ്വലാം ഇറങ്ങി വരും. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ അനുയായിയായിട്ട് വരും, വേറൊരു നബിയായിട്ടല്ല വരിക. ഇവിടെ നിലവിലുള്ള മുത്ത് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ ശരീഅത്തനുസരിച്ച് ജീവിക്കുന്ന ഒരു നബിയായിട്ടാണ് അന്ത്യകാലഘട്ടത്തിൽ ആര് ഇറങ്ങി വരിക? ഈസാ അലൈഹിസ്സലാം. യൻസിലു ഫീക്കും ഈസ ഇബ്നു മറിയം ഹക്കമൻ അദ്ല, നീതിമാനായ ഒരു ഭരണാധികാരിയായിക്കൊണ്ട് നിങ്ങളിൽ ഈസാ അലൈഹിസ്സലാം ഇറങ്ങി വരുന്ന അദ്ദേഹത്തിൻ്റെ അന്നത്തെ മുടിയുടെ രൂപം, വസ്ത്രത്തിൻ്റെ രൂപം, നിറം, ഇറങ്ങുന്ന സ്ഥലം, ഇറങ്ങുന്ന സമയം ഒക്കെ വ്യക്തമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരച്ച് കാണിച്ചിട്ടുണ്ട്. അങ്ങനെ തന്നെ സംഭവിക്കും. ശരി, അവിടെ നിങ്ങൾ നോക്കൂ. ഈസാ അലൈഹി സ്വലാം പരലോകത്ത് വെച്ചിട്ട് ഈ ചോദ്യത്തിന് മറുപടി പറയുന്നിടത്ത് പറയുന്ന വാചകം നമ്മൾ ശ്രദ്ധിക്കണം. നീ എന്നെ ആകാശത്തേക്ക് ഉയർത്തിയതിൻ്റെ ശേഷം പിന്നെന്തുണ്ടായി എന്ന് എനിക്കറിയില്ല, അത് നിനക്കറിയുള്ളൂ. ഞാൻ അവരിൽ ഉള്ളയിടത്തോളം ഞാൻ അവരോട് ഇതേ പഠിപ്പിച്ചിട്ടുള്ളൂ, അങ്ങനെ അവർ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഒരു പ്രവാചകൻ ഈ ലോകത്തു നിന്ന് അദ്ദേഹത്തിൻ്റെ ദൗത്യം അവസാനിച്ച് മറ്റൊരു ലോകത്തേക്ക് മരിക്കാതെ പോയാൽ പോലും പിന്നീട് ഈ ലോകത്ത് നടക്കുന്ന കാര്യങ്ങൾ ആരറിയുന്നില്ല? ഒരു പ്രവാചകൻ പോലും അറിയുന്നില്ല. എന്നാൽ ഈസാ അലൈഹി സ്വലാം അല്ലാത്ത സർവ്വ പ്രവാചകന്മാരും ഈ ലോകത്ത് അവരുടെ ദൗത്യം അവസാനിച്ചപ്പോൾ ജീവ് പോയി മരണപ്പെട്ടിട്ടുണ്ട്, ഖബറടക്കപ്പെട്ടിട്ടുണ്ട്. പിന്നെ അവരെങ്ങനെ അറിയാം? അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നാളെ മഹ്ശറിൽ വെച്ച് ഹൗലുൽ കൗസറിൽ നിന്ന് ജലം കുടിപ്പിക്കാൻ വേണ്ടി ഒരുങ്ങുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് പറയും, നബിയെ അവർക്ക് കൊടുക്കാൻ പാടില്ല, അവർക്ക് കുടിപ്പിക്കാൻ കൊടുക്കാൻ പാടില്ല. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിനോട് ചോദിക്കും, റബ്ബേ, അവരെൻ്റെ ഉമ്മത്തല്ലേ, എൻ്റെ സമുദായത്തിൽപ്പെട്ടവരല്ലേ, ഞാൻ അവർക്ക് അല്പം വെള്ളം കൊടുത്തോട്ടെ എന്ന് നബി തങ്ങളുടെ അനുവാദമാരായുമ്പോൾ അള്ളാഹു അവിടെ വെച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് പറയും, അരുത്, അവർക്ക് കുടിക്കാൻ കൊടുക്കരുത്, അവരതിന് യോഗ്യരല്ല. കാരണം എന്താണ്? ഇന്നക ലാ തദ്രി, നിനക്കറിഞ്ഞൂടാ, മാ അഹദസു ബഅദക, നിന്റെ കാലശേഷം അവർ ഈ ദീനിൽ എന്തൊക്കെ നിർമ്മിച്ചു എന്നുള്ളത് നീ അറിഞ്ഞിട്ടില്ല, അതെനിക്കറിയാം. അതുകൊണ്ട് നിന്റെ കയ്യിൽ നിന്ന് വെള്ളം കുടിക്കാൻ അവർ അർഹരല്ല. അത് കേൾക്കുമ്പോൾ നേരത്തെ വെള്ളം കൊടുക്കാൻ തയ്യാറായ അതേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുമെങ്കിൽ സുഹ്ഖൻ സുഹ്ഖ, പോ എൻ്റെ മുമ്പെന്ന് എന്ന് പറഞ്ഞ് ഈ കുടിക്കാൻ കൊടുക്കാൻ വിചാരിച്ച ആളുകളെ തന്നെ അള്ളാഹിൻ്റെ റസൂൽ ഹൗലിൻ്റെ സമീപത്ത് നിന്ന് ആട്ടി ഓടിക്കും. അള്ളാഹു കാത്ത് രക്ഷിക്കുമാറാകട്ടെ. ഈ രണ്ട് സംഭവങ്ങളും നമുക്ക് പഠിപ്പിച്ചു തരുന്നത് എന്താണ്? നബിമാർ അവർ ജീവിച്ചിരിക്കുന്ന കാലത്താണ്
അവരുടെ ഉമ്മത്തിനെ സംബന്ധിച്ച് അവർക്കറിയുള്ളൂ. അവരുടെ വഫാത്തിൻ്റെ ശേഷം പിന്നീട് ജനങ്ങളിൽ എന്തൊക്കെ മാറ്റങ്ങളുണ്ടായി എന്നുള്ളത് അള്ളാഹു അറിയും പോലെ വഫാത്തായിപ്പോയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടക്കമുള്ള ആളുകളൊന്നും അറിയുകയില്ല. ഇന്നിപ്പോൾ വിശ്വസിക്കുന്നതോ അള്ളാഹിൻ്റെ റസൂല് നമ്മളെ സദാ എന്തു ചെയ്യാണ്? നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. നമ്മൾ പറയുന്ന വാക്കുകൾ കേൾക്കുന്നു, നമ്മുടെ പ്രവർത്തനങ്ങൾ കാണുന്നു, എല്ലാം അറിയുകയാണ്. നിബിതങ്ങൾ വിശ്വാസികളുടെ കൂടെ സദാ ഉണ്ട്. നന്മ കാണുമ്പോൾ സന്തോഷിക്കുന്നു, തിന്മ കാണുമ്പോൾ അവിടുന്ന് ദുഃഖിക്കുന്നു എന്നിങ്ങനെയുള്ള വാദങ്ങളൊക്കെയാണ് ഇന്നിപ്പോൾ സമൂഹത്തിൽ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, തവഫ യതവഫ എന്നുള്ളതിന് മരണപ്പെടുത്തുക എന്ന അർത്ഥം മാത്രമല്ല ഉള്ളത്. കൃത്യമായി ഭാഷയിൽ അതിൻ്റെ അർത്ഥം എന്താണ്? പൂർണ്ണമായി ഏറ്റെടുത്തു എന്നുള്ളതാണ്. അതാണ് ഖുൽ യതവഫാക്കും, നിങ്ങളെ ആത്മാവിനെ പൂർണ്ണമായി ആണ്ട് ഏറ്റെടുക്കും. ആര്? മലക്കുൽ മൗത്ത് എന്നേ പറഞ്ഞോളൂ. മലക്കുൽ മൗത്ത്. നേരെ മറിച്ച് പല പ്രവർത്തനങ്ങൾ നിർവഹിക്കുന്ന മലക്കുകളെ സംബന്ധിച്ചും ഖുർആനിൽ പേരുണ്ട്, ഹദീസുകളിൽ പേരുണ്ട്. മരണത്തിൻ്റെ മലക്ക് എന്നേ ഇവിടെ പറഞ്ഞിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ സഹീഹായ ഹദീസുകളിലൊന്നും ജനങ്ങളുടെ നാവുകളിൽ പ്രസിദ്ധമായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന അസറായീൽ എന്ന നാമം ഇല്ല. അസറായീൽ എന്നത് മലക്കുൽ മൗത്തിൻ്റെ നാമമാണ് എന്ന് ഖുർആനിലോ അല്ലെങ്കിൽ സ്ഥിരപ്പെട്ട ഹദീസുകളിലോ നമുക്ക് കാണുവാൻ സാധ്യമല്ല. എന്നാൽ ലോകത്ത് പരക്കെ അറിയപ്പെടുന്ന ഒരു പേര് എന്തെന്നെയാണ്? മലക്കുൽ മൗത്ത് എന്ന് പറഞ്ഞാൽ എല്ലാവരും അതിൻ്റെ പറയാം അസറായിൽ എന്നാണ് നമ്മളൊക്കെ ചെറുപ്പം മുതലേ കേട്ടത്. പക്ഷേ അതിന് എന്തില്ല, ഒരു പ്രമാണങ്ങളിൽ അങ്ങനെ നമുക്കൊരു ആ നിലക്ക് അതന്നെയാണ് എന്ന് ഉറപ്പിച്ച് പറയാൻ നമുക്ക് കഴിയില്ല. അതല്ല എന്ന് പറയാനും കഴിയില്ല. കാരണം ഇല്ല, പ്രമാണമല്ല. പിന്നെ എന്താണെന്നുള്ളത് അള്ളാഹു ആലം എന്ന് പറയാനേ പറ്റുള്ളൂ. എന്തായാലും ഖുർആൻ പറഞ്ഞു തരുന്നത് മലക്കുൽ മൗത്തീനാണ്. അല്ലദീ വുക്കില ബിക്കും, നിങ്ങളെ കാര്യം ഏൽപ്പിക്കപ്പെട്ട മലക്കുൽ മൗത്ത്, അങ്ങനെയാണ് അള്ളാഹ് പറയുന്നത്. അപ്പോൾ ഓരോ മനുഷ്യരുടെയും ആത്മാവിനെ പിടിക്കുന്നതിനെ സംബന്ധിച്ച്, മരണത്തെ സംബന്ധിച്ച് 2-3 നിലക്ക് ഖുർആൻ പറയുന്നുണ്ട്. ഇപ്പോൾ ഒരു സ്ഥലത്ത് പറയുന്നു, അള്ളാഹുവാണ് നിങ്ങളെ മരിപ്പിക്കുന്നത്. പരിശുദ്ധ ഖുർആൻ തന്നെ ഒരു സ്ഥലത്ത് പറയുന്നത് എന്താണ്? നിങ്ങളെ മരിപ്പിക്കുന്നത് ആരാണ്? അള്ളാഹുവാണ്. അള്ളാഹു യതവഫൽ അൻഫുസ ഹീന മൗതിഹാ, അള്ളാഹു നിങ്ങളെ മരിപ്പിക്കുന്നു. മറ്റൊരു സ്ഥലത്ത് പറയുന്നു, ഇപ്പോൾ ഇവിടെ പറയുന്നുണ്ട് മലക്കുൽ മൗത്താണ് നിങ്ങളെ മരിപ്പിക്കുന്നത്. വേറൊരു സ്ഥലത്ത് പറയുന്നു തവഫത്തുഹു റുസുലുനാ, നമ്മുടെ ദൂതന്മാർ ആ വ്യക്തിയെ മരിപ്പിക്കുന്നു. ഇത് മൂന്നും വൈരുദ്ധ്യമല്ല. ഇത് മൂന്നും തമ്മിൽ വല്ല വൈരുദ്ധ്യമുണ്ടോ? ഇല്ല. ഒന്നാമത്തെ എന്താണ്? അള്ളാഹു മരിപ്പിക്കുന്നു എന്ന് പറഞ്ഞാൽ അള്ളയാണ് ഓരോരുത്തരുടെയും ആത്മാവിനെ, റൂഹിനെ പിടിക്കുവാനുള്ള ഓർഡർ ഇടുന്നത്. അതുകൊണ്ട് അവിടെ നടത്തുന്നത് ആരാണ്? അള്ളാഹുവാണ്. ഈ പാലം ഈ രാജ്യത്ത് കൊണ്ടുവന്നത് ആരാണെന്ന് ചോദിച്ചാൽ നമ്മൾ പറയും ഇന്ന ഷെയ്ഖാണ്, ഇന്ന ഭരണാധികാരിയുടെ പേര് പറയും. ആ ഭരണാധികാരി വന്നിട്ടാണോ ഇവിടെ കാല് കുഴിച്ചതും പില്ലർ നാട്ടിയതും പാലുണ്ടാക്കിയതും? അല്ല, അദ്ദേഹത്തിൻ്റെ ഓർഡർ അനുസരിച്ചാണ്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ അർത്ഥം എന്താണ്? അദ്ദേഹത്തിൻ്റെ ഓർഡർ. അപ്പോൾ അള്ളാഹുവാണ് നിങ്ങളെ മരിപ്പിക്കുന്നത് എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? അള്ളാഹിൻ്റെ ഓർഡർ കിട്ടുമ്പോഴേ മലക്കുൽ മൗത്ത് എന്ത് ചെയ്യുള്ളൂ. അപ്പോൾ ഓർഡർ ആരാ കൊടുക്കുന്നത്? അള്ളാഹുവാണ്. പിന്നെ മലക്കുൽ മൗത്ത് നിങ്ങളെ മരിപ്പിക്കുന്നു, വളരെ ക്ലിയറാണ്. അള്ളാഹുവിൻ്റെ ഓർഡർ കിട്ടുമ്പോൾ മലക്കുൽ മൗത്ത് നമ്മളെ മരിപ്പിക്കും. പിന്നെ തവഫത്തുഹു റുസുലുനാ എന്ന് പറഞ്ഞത് എന്തുകൊണ്ടാണ്? നമ്മുടെ ദൂതന്മാർ. അപ്പോൾ ഒരു മലക്കല്ല, ഒരു കൂട്ടം മലക്കുകളാണ് ആത്മാവിനെ പിടിക്കാനൊരൊറ്റ മലക്ക്. ആ പിടിച്ചിട്ട് ആ ആത്മാവിനെ ഇങ്ങോട്ട് ഏറ്റുവാങ്ങി അതൊരു പ്രത്യേകമായ രൂപത്തിൽ അതിനെ സ്വീകരിച്ച് ആകാശലോകത്തേക്ക് അതിനെ ഉയർത്തിക്കൊണ്ടുപോയി വ്യത്യസ്തങ്ങളായ അതിൻ്റെ ഘട്ടങ്ങളെ സംബന്ധിച്ചുള്ള കാര്യങ്ങളൊക്കെ പിന്നീട് കൈകാര്യം ചെയ്യുന്നത് മറ്റു ദൂതന്മാരാണ്. മലക്കുൽ മൗത്തിന് അഴ്വാനുകളുണ്ട്, മലക്കുൽ മൗത്തിന് സഹായികൾ വേറെ ഉണ്ട്. അവരൊക്കെ മരണസമയത്ത് അവിടെ ഉണ്ടാകും. അതുകൊണ്ടാണ് നമ്മൾ മരിക്കുന്ന വേളയിൽ വിശ്വാസി കുറേ കാഴ്ചകൾ കാണുന്നുണ്ട്. മദ്ദൽ ബസർ എന്നാണ് ഹദീസിലുള്ളത്.
അവൻ്റെ കണ്ണെത്തുന്ന ദൂരത്ത് മുഴുവനും മലക്കുകൾ ഇങ്ങനെ നിറഞ്ഞിരിപ്പുണ്ടാവുന്നതാണ് നമ്മൾ മരിക്കുമ്പോൾ. ഇതുവരെ നമ്മളൊരു മലക്കിനെ കണ്ടിട്ടില്ല, ഒരു മലക്കിൻ്റെ സൗണ്ട് നമ്മൾ കേട്ടിട്ടില്ല. എന്നാൽ ഈ ഭൂമി ലോകത്ത് നിന്ന് കണക്ഷൻ വേർപെട്ട് പരലോകവുമായി നമ്മുടെ റൂഹിനെ കണക്റ്റ് ചെയ്യുന്ന ആ സെക്കൻഡ് മുതൽ പിന്നെ നമ്മൾ കാണാത്തത് കാണും, കേൾക്കാത്തത് കേൾക്കും. അതുകൊണ്ടാണ് മരിക്കാൻ കിടക്കുന്ന ആളവിടെ അങ്ങനെ കട്ടിൽ അന്ത്യശ്വാസം വലിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാവും. നമുക്കൊരു പ്രത്യേകതയില്ല, നമുക്ക് അയാളിലൊരു മാറ്റമല്ല. അയാളെ ശ്വാസത്തിൻ്റെ ഗതിവിഗതികളും കൈകാലുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും അടിക്കുന്നതൊക്കെ നമുക്ക് കാണുന്നേ ഉള്ളൂ. അതെല്ലാവർക്കും ഉള്ളതാണ്. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ. കല്ല ഇദാ ബലഗത്തി തറാഖി വഖീല മൻ റാഖ് വളന്ന അന്നഹുൽ ഫിറാഖ്. പിരിഞ്ഞു പോകുകയാണ് എന്ന് മനുഷ്യനെ ഉറപ്പിക്കുന്ന നേരം വൽതഫത്തിസ്സാഖു ബിസ്സാഖ്. ഒരു മനുഷ്യൻ ഏറ്റവും വേദനിക്കുമ്പോൾ കടന്ന് എരിപിരി കൊള്ളുന്നത് അവൻ്റെ കാലുകൾ കൊണ്ടായിരിക്കും എന്നാണ് ഖുർആനാ പറയുന്നത്. അത് നമ്മൾ ഏതൊരു വസ്തു ജീവൻ പോകുന്നത് നോക്കിയേ, ആ ജീവൻ പോകുന്നതിൻ്റെ അവസാന സമയത്ത് ആ കോഴി പോലും, ഒരു കോഴിയാവട്ടെ, നമ്മൾ അറുത്തിട്ട പോത്താവട്ടെ, കുറേ കയ്യും ഇതൊക്കെ ഇട്ട് പടക്കും. അവസാനമുണ്ട് കാലൊരു കൂട്ടിപ്പിരിക്കൽ. അത് അവസാനത്തെ വേദനയുടെ ആ പിരിയലാണ്. ഖുർആൻ അതാ അവിടെ പ്രത്യേകം എടുത്ത് പറഞ്ഞു. ഏറ്റവും ഗൗരവമുള്ളത് അവിടെ പെടുത്തുക. അതിൻ്റെയൊക്കെ ഒരു മുമ്പ് ഒരുപാട് കണ്ണു തുറിക്കും, നാവ് കടിക്കലും പല പ്രയാസങ്ങളൊക്കെ ഉണ്ട്. അതൊന്നും ഖുർആൻ പറഞ്ഞില്ലല്ലോ. ഏറ്റവും അസഹനീയമായ നേരാണ് അവസാനത്തെ പോക്കാണ്. കണങ്കാല് കൂട്ടിപ്പിരിക്കുന്നതാണ്. വൽതഫത്തിസ്സാഖു ബിസ്സാഖ് ഇലാ റബ്ബിക യൗമ ഇദിനിൽ മസാഖ്. അള്ളാഹുവിലേക്കുള്ള യാത്രയാണത്, പോക്കാണത്. അപ്പോൾ ആ സമയത്ത് മനുഷ്യൻ അവൻ്റെ കണ്ണെത്തുന്ന ദൂരത്ത് മുഴുവനും കാണും മലക്കുകളെ. നല്ല മൂമിനായ മനുഷ്യനാണെങ്കിൽ കണ്ണെത്തുന്ന ദൂരത്ത് മുഴുവനും അതിസുന്ദരന്മാരായ മലക്കുകളായിരിക്കും അവന് കാണാൻ പറ്റുക. എൻ്റെ കണ്ണിന് വലിയ ആനന്ദം, നല്ല മനോഹരമായി കാണാൻ ചന്തമുള്ള സുന്ദരന്മാരായ മലക്കുകൾ അവൻ്റെ കണ്ണെത്തുന്ന ദൂരത്ത് മുഴുവനും നിറഞ്ഞിരിക്കുകയാണ്. നേരെ മറിച്ചാണെങ്കിലോ ഭീകരരൂപികളായ മലക്കുകളാണ് അവൻ്റെ കണ്ണെത്തുന്ന ദൂരത്ത് മുഴുവനും ഉണ്ടാവുക. വിശ്വാസിയുടെ ആത്മാവിനെ പിടിച്ചിറക്കേണ്ട അവസ്ഥ വരൂല എന്നാണ്. അവൻ്റെ റൂഹ് ഉള്ളിലേക്ക് വലിയൂല എന്നാണ്. അവന് പോകാൻ വെമ്പൽ കൊള്ളും എന്നാണ്. വിശ്വാസിയുടെ റൂഹ് പുറത്തേക്ക് ഇറങ്ങാൻ ഇങ്ങനെ വല്ലാതെ മോഹിക്കും എന്നാണ്. കാരണം ആഖിറവുമായി കണക്റ്റ് ചെയ്യപ്പെട്ടു, അവിടുത്തെ കാഴ്ചകൾ കണ്ടു തുടങ്ങി. അപ്പോൾ പെട്ടെന്ന് അങ്ങോട്ട് ചാടാനാണ് റൂഹ് തയ്യാറാകുന്നത്. എനിക്കിപ്പോൾ വേഗം പോകണമെന്ന്. അതുകൊണ്ട് തന്നെ അവൻ്റെ റൂഹിനെ പിടിക്കാൻ മലക്കുകൾക്ക് പ്രയാസമൊന്നുമില്ല. പ്രയാസമല്ല എന്നല്ല, അവർക്കൊന്നിനും പ്രയാസമില്ല. പക്ഷേ ഇയാൾ പ്രയാസപ്പെടുത്തേണ്ട ഒരു കാര്യം വരുന്നില്ല. അതിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉപമിച്ചത് ഒരു കൂജയിൽ നിന്ന് ജലം പുറത്തേക്ക് ഒഴുകുന്നത് പോലെ അവൻ്റെ ആത്മാവ് അവൻ്റെ ശരീരത്തിൽ നിന്ന് പോകുന്നതാണ്. ഇവിടെ ഒരു പാത്രത്തിൽ വെള്ളം ഉണ്ടെങ്കിൽ അതിങ്ങനെ ചെരിച്ചിങ്ങനെ പിടിച്ചാൽ ഒരു തടസ്സമില്ലല്ലോ, വെള്ളം അങ്ങനെ ഒഴുകി ഇറങ്ങിയാണ് പോകുമല്ലോ. ഇതേപോലെ മുഅ്മിനിൻ്റെ ബോഡിയിൽ നിന്ന് അവൻ്റെ റൂഹ് ഇറങ്ങിപ്പോകും. മലക്കുകൾ അതിനെ ഏറ്റെടുക്കും. കാഫിറിൻ്റെതാണെങ്കിലോ മലായിക്കത്തുകൾ ടച്ച് ചെയ്യുന്നതോട് കൂടി തന്നെ അവൻ്റെ റൂഹ് ഉള്ളിലേക്ക് ഒളിക്കും എന്നാണ്. എങ്ങനെയാ ഒളിക്കലെന്നൊന്നും നമുക്കറിയില്ല. പിന്നെ ആ റൂഹിനെ അവിടുന്ന് പിടിച്ചിറക്കലാണ് എന്നാണ്. ബോഡിയിൽ നിന്ന് പിടിച്ചിറക്കുന്നതിൻ്റെ ഉദാഹരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉപമിച്ചത് എങ്ങനെയാണെന്നറിയോ? ഒരു വലിയ പഞ്ഞിക്കെട്ട്, പരുത്തിക്കെട്ട്, പഞ്ഞി. ആ പഞ്ഞിയുടെ ഉള്ളിൽ എന്ത് വെച്ചിട്ടുണ്ട്? ആദ്യം തന്നെ വിവിധ ഭാഗങ്ങളിലേക്ക് പോകുന്ന കൊളുത്തുകളുള്ള ഇരുമ്പിൻ്റെ ഒരു ദണ്ട്. ഒന്ന് സങ്കല്പിച്ച് നോക്കൂ. ഒരു ഇരുമ്പിൻ്റെ നേരെയുള്ള ദണ്ടല്ല, അതിനപ്പുറത്തേക്കും മുള്ളുണ്ട്, ഇപ്പുറത്തേക്കും മുള്ളുണ്ട്, എല്ലായിടത്തേക്കും മുള്ളുണ്ട്. അത് അതിൻ്റെ മീതെ നിറയെ പഞ്ഞി കൊണ്ട് പൊതിഞ്ഞിരിക്കുന്നു. നമ്മളതിങ്ങനെ ഭാവനയിൽ കണ്ടുനോക്കുക. അങ്ങനെ പഞ്ഞി കൊണ്ട് പൊതിഞ്ഞിരിക്കുന്നു. ആ പഞ്ഞി കൊണ്ട് പൊതിഞ്ഞു. എന്നിട്ട് ആ പഞ്ഞി പിന്നെയാണ് നനക്കുകയാണ്. അപ്പം നനഞ്ഞ പഞ്ഞിക്കെട്ടിൻ്റെ ഉള്ളിൽ നിന്ന് കൊളുത്തുകളുള്ള ഈ ഇരുമ്പിൻ്റെ ദണ്ട് വലിച്ചൂരാൻ കഴിയുമോ? എത്ര പ്രയാസപ്പെടണം, എത്ര ആരോഗ്യമുള്ളവൻ വലിച്ചാലോണ്ട് പോരുമോ? അന്നലക്കായിരിക്കും ഒരു ഫാസിഖിൻ്റെ, ഒരു കാഫിറിൻ്റെ റൂഹിനെ മലക്കുൽ മൗത്ത് പിടിച്ചു കറക്കിക്കൊണ്ടുപോവുക. ആ സമയത്താണ് അവൻ്റെ വെപ്രാളവും കരച്ചിലും ഒക്കെ. എന്നെ ഒന്ന് പിന്തിപ്പിച്ച് തരുമോ, ഞാൻ സൽക്കർമ്മങ്ങൾ ചെയ്തോളാം, ഞാൻ അങ്ങനെ ആയിക്കോളാം, അങ്ങനെ ആയിക്കോളാം. അപ്പോഴൊക്കെ മലക്കുകൾ ചോദിക്കും, എനിക്ക് ദൂതന്മാർ വന്നിരുന്നില്ലേ? ഇതൊക്കെ അനുഭവിക്കേണ്ടി വരുമെന്ന് മുന്നറിയിപ്പുകാർ വന്നിരുന്നില്ലേ? വൽ മലായിക്കത്തു യദ്രിബൂന വുജൂഹഹും വ അദ്ബാറഹും. മലക്കുകൾ അവരുടെ മുഖത്ത് ചടപട എന്ന് അടിച്ചുകൊണ്ടിരിക്കും. വ അദ്ബാറഹും, അവരുടെ പിറകുവശത്തും അടിച്ചുകൊണ്ടിരിക്കും എന്നാണ്.
വൽ മലായി വേറെ ആയത്തിലുള്ളത് വൽ മലായിക്കത്തു ബാസിതൂ ഐദീഹിം എന്നാണ്. മലക്കുകൾ അവരുടെ കരങ്ങൾ നിവർത്തി പിടിച്ചുകൊണ്ട് അടിക്കും. എന്നിട്ട് അഖ്രിജൂ അൻഫുസക്കും, നിങ്ങളുടെ ആത്മാക്കളെ ഇങ്ങോട്ട് പുറത്തേക്ക് ഇറക്കടാ എന്നവരോട് പറയും. അങ്ങനെയുള്ള കാഴ്ചകൾ കണ്ട് അട്ടഹസിച്ച് കരഞ്ഞ്, നമ്മളിതൊന്നും അറിയില്ല. ആ മനുഷ്യനാണ് നന്മയാണെങ്കിലും കാണുന്നത്, തിന്മയാണെങ്കിലും കാണുന്നത്. ഇങ്ങനെ രണ്ട് വിധത്തിലുള്ള മരണപ്പെടുത്തലുകളാണ് മലക്കുൽ മൗത്ത് മരണപ്പെടുത്തുക. അപ്പോൾ യതവഫാക്കും, നിങ്ങളെ മരിപ്പിക്കും മലക്കുൽ മൗത്ത്. ഈ മരണത്തിൻ്റെ മലക്ക് എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, രണ്ട് വിധത്തിലുണ്ട് മരണം. ഒന്ന് ഫാസിഖിൻ്റെയും കാഫിറിൻ്റെയും മരണമാണെങ്കിൽ മറ്റൊന്ന് മുഅ്മിനായ മനുഷ്യൻ്റെ മരണമാണ്. മുഅ്മിനിൻ്റെ റൂഹ് പോകുന്ന രൂപം നമ്മൾ പറഞ്ഞു. എന്നിട്ട് ആ റൂഹിനെ സഹായികളാകുന്ന മലായിക്കത്തുകൾ സ്വർഗീയമായ പ്രത്യേകം അതിനു വേണ്ടി തയ്യാറാക്കി കൊണ്ടുവന്ന ഉടയാടകളിൽ പൊതിഞ്ഞ് വാനലോകത്തേക്ക് ഉയർത്തിക്കൊണ്ടുപോകും. ഓരോ കവാടങ്ങളിലെത്തുമ്പോഴും മലായിക്കത്തുകളുടെ ചോദ്യമുണ്ടാകും, ഇതാരുടെ റൂഹാണ്? ഇന്നാലിന്നയാളുടെ റൂഹാണ് എന്ന് പറയും. അതിനൊരു പ്രത്യേക സുഗന്ധമുണ്ടാകും. പ്രത്യേകമായ സുഗന്ധം പൂശിക്കൊണ്ടാണ് ആ ആത്മാവിനെ യാത്രയാക്കുക എന്നൊക്കെ ഹദീസുകളിൽ കാണാൻ സാധിക്കും. അതേ അവസരത്തിൽ ദുർഗന്ധം കൊണ്ട് ചെല്ലുന്നയിട ഇടങ്ങളിൽ നിന്നെല്ലാം ഇവിടെ വേണ്ട എന്ന് പറഞ്ഞ് ആകാശ ലോകത്തിൻ്റെ കവാടങ്ങൾ അയാൾക്ക് മുമ്പിൽ കൊട്ടിയടക്കപ്പെടും എന്നാണ് ഒരു ഫാസിഖിൻ്റെയും കാഫിറിൻ്റെയും ഒക്കെ റൂഹുമായിട്ട് മലക്കുകൾ ചെല്ലുമ്പോൾ ഉണ്ടാകുന്ന അവസ്ഥ, പ്രതികരണങ്ങൾ. ഇതൊക്കെ ഹദീസുകളിൽ സ്ഥിരപ്പെട്ടതാണ്. അതിൻ്റെ ഇബാറത്തുകളും പദങ്ങളും ഞാൻ വായിക്കുന്നില്ല. ധാരാളം ഹദീസുകളിലൂടെ ഇതൊക്കെ സ്ഥിരപ്പെട്ട് കഴിഞ്ഞ കാര്യമാണ്. അല്ലാഹു തആല ഈ പറയുന്നതിൻ്റെയൊക്കെ വിശദീകരണം ഹദീസുകളിലുണ്ട് എന്നർത്ഥം. ഇവിടെ ഇപ്പോൾ എത്രയേ പറഞ്ഞുള്ളൂ, യതവഫാക്കും മലക്കുൽ മൗത്തി. മലക്കുൽ മൗത്ത് നിങ്ങളെ മരിപ്പിക്കുമെന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. ആ മരണത്തിന് വിവിധ രൂപങ്ങളുണ്ട്. ആ രൂപങ്ങളുടെ വിശദീകരണങ്ങൾ വ്യത്യസ്തങ്ങളായ നിലക്കുണ്ട് എന്നൊക്കെ നമ്മൾ തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കണം. അല്ലദീ ഉക്കിലബിക്കും, നിങ്ങളെ ഏൽപ്പിക്കപ്പെട്ടിട്ടുള്ള മലക്ക്. അപ്പോൾ അല്ലാഹു തആല ഇവിടെ ഓരോ കാര്യങ്ങളുടെയും വ്യത്യസ്ത കാര്യങ്ങളുടെ നിയന്ത്രണങ്ങളും പ്രവർത്തനങ്ങളും മലായിക്കത്തുകളിൽ ചിലരെ ഏൽപ്പിച്ചിട്ടുണ്ട്. അതാണ് ഫൽ മുദബ്ബിറാത്തി അംറാ, കാര്യങ്ങൾ നിയന്ത്രിക്കുന്നവ തന്നെയാണ് സത്യം എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ മലക്കുകളാണ് അതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത്. അപ്പോൾ അത് ഓതിയിട്ടാണ് ചില ആളുകൾ പറയണത്, എന്ത് വൽ മുദബ്ബിറാത്തി അംറ എന്ന് ഖുർആനിലില്ലേ, എന്നിട്ട് അതിനർത്ഥം വെക്കും കാര്യങ്ങളൊക്കെ മുഴുവൻ നിയന്ത്രിക്കുന്ന പരിശുദ്ധാത്മാക്കളെ തന്നെയാണ് സത്യം. മലക്കുകളൊന്നല്ല അവിടെ ഉദ്ദേശം. എന്താണ്? വിശുദ്ധാത്മാക്കളാണ്. അപ്പോൾ ഔലിയാക്കന്മാരാണ് ലോകം നിയന്ത്രിക്കുന്നത്. അങ്ങനെയാണ് മുദബ്ബിറുൽ ആലം, ലോകം നിയന്ത്രിക്കുന്നത് മടവൂരാണ്, മറ്റോരാണ്, മറിച്ചോരാണ് എന്നൊക്കെയുള്ള അന്ധവിശ്വാസം ഈ സമൂഹത്തിലേക്ക് പലരും കൊണ്ടുവന്നത്. വാസ്തവത്തിൽ ഇവിടെ മലക്കുകളുടെ നിയന്ത്രണങ്ങൾ പോലും ഓരോരുത്തരുടെയും കാര്യത്തിൽ പരിമിതമാണ്. ജിബ്രീൽ അലൈഹിസ്സലാമിന് കൊടുത്ത നിയന്ത്രണത്തിൽ വേറൊരാൾക്ക് പങ്കില്ല. ജിബ്രീലിന് കൊടുത്ത വകുപ്പ് എന്താണോ അതിൽ മാത്രമേ ഉള്ളൂ അള്ളാഹു അദ്ദേഹത്തിൻ്റെ നിയന്ത്രണം ഏൽപ്പിച്ചു കൊടുത്തിട്ടുള്ളത്. മീകായിലിന് എന്താണോ ഏൽപ്പിക്കപ്പെട്ടിട്ടുള്ളത് അതിൽ മാത്രമാണ്, അതിൽ മറ്റൊരാൾക്കില്ല. മറ്റൊരാളുടേതായ കാര്യങ്ങളിൽ ഈ മലക്ക് ഇടപെടൂല. ഇസ്രാഫീലിൻ്റെ ദൗത്യം എന്താണോ അതിലാണ് അദ്ദേഹം ഇടപെടുന്നത്. മലക്കുൽ മൗത്തിൻ്റെ ഡ്യൂട്ടി എന്താണോ അതിലാണ് അദ്ദേഹം ഇടപെടുന്നത്. നമ്മൾ നടന്നു പോകുമ്പോഴും യാത്ര ചെയ്യുമ്പോഴും മുന്നിൽ നിന്നും പിന്നിൽ നിന്നും വരുന്ന പ്രയാസങ്ങളിൽ നിന്ന് നമുക്ക് കാവലേകുവാനാണ് മുഅഖിബാത്തുകളായ മലക്കുകളെ അള്ളാഹു ഏൽപ്പിച്ചിട്ടുള്ളത്. അവർക്ക് മറ്റുള്ളതിലൊന്നും തദ്ബീറില്ല. നമ്മുടെ നന്മതിന്മകൾ രേഖപ്പെടുത്തുവാൻ വേണ്ടി ഏൽപ്പിക്കപ്പെട്ടിട്ടുള്ള മലക്കുകൾ, അവർക്ക് ജിബ്രീലിൻ്റെ പ്രവർത്തനത്തിൽ അവർക്ക് പങ്കില്ല, ജിബ്രീലിന് ഇതിലുമില്ല. ഇങ്ങനെ ഓരോ കാര്യങ്ങൾക്കും അല്ലാഹു തആല, ഒരു ഗർഭസ്ഥ ശിശുവിൻ്റെ കാര്യം കൊണ്ട് മുവക്കലായ മലക്കുണ്ട്. അതേപോലെ തന്നെ വ്യത്യസ്തങ്ങളായ പ്രവർത്തനങ്ങൾ കൊണ്ട് മുവക്കലായ ഏൽപ്പിക്കപ്പെട്ടിട്ടുള്ള മലായിക്കത്തുകൾ ഉണ്ട്. എല്ലാം കൂടി നിയന്ത്രിക്കുന്ന മുദബ്ബിറുൽ ആലം എന്ന് പറയാൻ ആര് മാത്രമേ ഉള്ളൂ? അള്ളാഹു മാത്രമേ ഉള്ളൂ. അത് അറേബ്യൻ മുശ്രിക്കുകൾ വരെ അംഗീകരിച്ച കാര്യമാണ്. അതുകൊണ്ടാണ് ആകാശഭൂമികളെ ആരാണ് സൃഷ്ടിച്ചതെന്ന് ചോദിച്ചാൽ മക്കയിലെ മുശ്രിക്കുകൾ പോലും എന്ത് പറഞ്ഞിരുന്നു? അള്ളാഹ്. ഒമൈ യുദബ്ബിറുൽ അംറ, കാര്യങ്ങൾ മുഴുവൻ ആരാ നിയന്ത്രിക്കുന്നത്? മുദബ്ബിറുൽ ആലം ആരാണെന്ന് ചോദിച്ചാൽ അറേബ്യൻ മുശ്രിക്കുകൾ പോലും പറഞ്ഞിരുന്നു എന്ത്? അള്ളാഹ്, അള്ളയാണ്. എന്നാൽ അതിൽ നിന്നൊക്കെ കുറച്ചും കൂടി മേലേക്ക് കടന്നിട്ട് ലോകം മുഴുവൻ നിയന്ത്രിക്കുന്നത് മടവൂരാണ് എന്നാണ് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്തുമാത്രം ലുൽമാണ്, എന്തുമാത്രം അക്രമമാണ് ആ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അള്ളാഹുവിൻ്റെ പേരിൽ കള്ളം പറയുക, അതിനേക്കാൾ കടുത്ത അക്രമി വേറെ ആരാണുള്ളത്? വമൻ അളുലമു മിമ്മൻ ഇഫ്തറ
അലല്ലാഹിൽ കദിബ്, അള്ളാഹുവിൻ്റെ മേൽ കള്ളം കെട്ടിച്ചമക്കുന്നവനേക്കാൾ കടുത്ത അക്രമി വേറെ ആരാണുള്ളത് എന്ന് അള്ളാഹുവാണ് ചോദിക്കുന്നത്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, നിങ്ങളെ ഏൽപ്പിക്കപ്പെട്ടതെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മരണത്തിൻ്റെ കാര്യത്തിൽ നിങ്ങളെ ഏൽപ്പിക്കപ്പെട്ടിട്ടുള്ള മലക്കാണ് ഇവിടെ നിങ്ങളെ മരിപ്പിക്കുക. അവിടെ ഇസ്രാഫീലല്ല ഇടപെടുന്നത്, അവിടെ മീക്കായിലല്ല ഇടപെടുന്നത്, അവിടെ ജിബ്രീൽ അലൈഹിസ്സലാം അല്ല ഇടപെടുന്നത്, അവിടെ മുൻകർ നക്കീർ അല്ല അവിടെ മരണത്തിൻ്റെ റൂഹ് പിടിക്കാൻ വേണ്ടി വരുന്നത്. അതിന് മുൻകർ നക്കീറിനെ ഏൽപ്പിക്കപ്പെട്ട വേറെ ഡ്യൂട്ടിയാണ്. അതിൽ മലക്കുൽ മൗത്ത് അല്ല ഇടപെടുക. നോക്കണം, ഓരോരുത്തർക്കും അല്ലാഹു തആല വ്യത്യസ്തങ്ങളായ തദ്ബീറുകളാണ് അവരുടേതായ ലോകത്ത് അവർ ചെയ്യേണ്ടുന്ന കാര്യം. എല്ലാത്തിനും കൂടിയുള്ള കഴിവ്, എല്ലാം നിയന്ത്രിക്കുന്ന മുദബ്ബിറുൽ ആലം എന്ന് പറയാൻ ആര് മാത്രമേ ഉള്ളൂ? അള്ളാഹു മാത്രമേ ഉള്ളൂ. വേറെ ആരെങ്കിലും ലോകം മൊത്തം നിയന്ത്രിക്കാനുള്ള കഴിവ് അവർക്ക് അള്ളാഹിന് വിട്ടുകൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അവൻ കടുത്ത മുശ്രിക്കായി. ഇതാണ് ഗൗരവത്തിൽ നമ്മൾ പഠിച്ചു വെക്കേണ്ട അഖീദയാണ് ഞാൻ ഈ പറയുന്നത്. അപ്പം ഇത് ഈ വസ്വാസം ഉണ്ടാക്കുന്നതുകൊണ്ടാണ് ഞാൻ അതിപ്പോൾ ഇത്രയും വിശദീകരിക്കുന്നത്. എന്ത് ലോകം അള്ള മാത്രമുള്ളൂ മുദബ്ബിർ എന്നുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ വൽ മുദബ്ബിറാത്തി അംറ എങ്ങനെ വിശ്വസിക്കാനാണ് നമ്മളോട് ചോദിക്കുന്നത്? വൽ മുദബ്ബിറാത്തി അംറ ലോകം മൊത്തം നിയന്ത്രിക്കുന്ന മലക്കുകളെ തന്നെയാണ് സത്യം എന്നർത്ഥം? അല്ല, കാര്യങ്ങളെ നിയന്ത്രിക്കുന്ന മലക്കുകൾ. അതൊരു മലക്കല്ല, ഒരുപാട് മലക്കുകൾ. ഒരാൾ ചെയ്യുന്ന പണി മറ്റേയാൾ ചെയ്യൂല, അയാൾക്ക് അതിന് കഴിയൂല. ആ മലക്കിന് ഇത് കഴിയൂല, ഈ മലക്കിന് അതും കഴിയൂല. ഒരടിച്ച അള്ളാഹുവിനോ അതിനെല്ലാം കഴിയും. അതാണ് മുദബ്ബിറുൽ ആലം. ലോകം മൊത്തം എല്ലാത്തിനെയും നിയന്ത്രിക്കുന്ന എല്ലാവരെയും, ഈ ജിബ്രീലിനെയും ഈ മീക്കായിലിനെയും ഈ മലക്കുകളെയും മനുഷ്യരെയും ഭൂതങ്ങളെയും എല്ലാത്തിനെയും നിയന്ത്രിക്കുന്നവനായ ഏക മുദബ്ബിർ അള്ളാഹു മാത്രമേ ഉള്ളൂ. ആ മുദബ്ബിറാണ് മടവൂര് എന്നാണ് ഇവർ വിശ്വസിക്കണം. നോക്കൂ നിങ്ങൾ, എത്ര കടുത്ത അന്ധവിശ്വാസമാണ്, എത്ര കടുത്ത അക്രമമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് അതും വിശ്വസിക്കാൻ നമ്മുടെ നാട്ടിൽ ആൾക്കാരില്ലേ? വലിയ മൗലിയര് വരെ അതാ പറയുന്നത്. പോലെ വലിയ വലിയരുണ്ടല്ലോ, കേരള യാത്ര നടത്തിയ കാന്തപുരം മുസ്ലിയാർ വരെ അതിൻ്റെ ആളാണ്. എന്ത് അദ്ദേഹം പറയുന്നുണ്ട്, എൻ്റെ എല്ലാ കാര്യങ്ങളും നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത് CM അബൂബക്കർ മടവൂരിയാണ്, മടവൂർ ഷെയ്ഖാണ്. അദ്ദേഹത്തിൻ്റെ ജീവിതകാലത്തും അദ്ദേഹമാണ് എന്നെ മുഴുവനും നിയന്ത്രിച്ചത്. അദ്ദേഹത്തിൻ്റെ മരണശേഷവും അദ്ദേഹമാണ് എന്നെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത്. ഇത് അദ്ദേഹം പച്ചയായിട്ട് മലയാളത്തിൽ പറഞ്ഞത്, അറബി കിതാബൊന്നുമല്ല പോയി വായിക്കണേന്. ഇതാർക്കും കിട്ടും. നോക്കി നിങ്ങൾ, ആ മനുഷ്യൻ്റെ വിശ്വാസം എത്ര പഴച്ചതാ. അപ്പോൾ സുഹൃത്തുക്കളെ, എത്ര വളരെ ഗൗരവമാണ് വിഷയം എന്നറിയോ? ഇതൊക്കെ മരണനേരത്താണ് വ്യക്തമാവും, അപ്പോഴേ ഇത് വ്യക്തമാവുള്ളൂ. പക്ഷെ അപ്പോഴേക്ക് ലാസ്റ്റ് ബെല്ലടിച്ചു, ഒരു ചാൻസ് തൊട്ട് ഇല്ലതാനും. അപ്പോൾ അള്ള പറയും, നിങ്ങളെ മരിപ്പിക്കാൻ ഏൽപ്പിക്കപ്പെട്ട മലക്ക് നിങ്ങളെ മരിപ്പിക്കും. സുമ്മ ഇലാ റബ്ബിക്കും, പിന്നീട് നിങ്ങളെ മരിപ്പിച്ച് വെറുതെ മണ്ണിൻ്റെ ഉള്ളിൽ കിടന്നാക്കി വെറുതെ വിടുകയല്ല. അങ്ങനെയാണെങ്കിൽ സുഖമായിരുന്നു. സുമ്മ പിന്നീട് ഇലാ റബ്ബിക്കും, നിങ്ങളുടെ രക്ഷിതാവിൻ്റെ അടുക്കലേക്ക് തുർജഊൻ, നിങ്ങൾ മടക്കപ്പെടുകയും ചെയ്യും. മടക്കപ്പെടുന്ന എന്തിനാ? വെറുതെ കാണാൻ വിളിക്കുക അല്ല. ഫമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ഖൈറൻ യറ ഫമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ശർറൻ യറ. അണുത്തൂക്കം നന്മണ്ടോ അവിടെ കാണും, അണുത്തൂക്കം തിന്മണ്ടോ അവിടെ കാണും. മരണനേരത്ത് മലക്കുൽ മൗത്തിനോട് മനുഷ്യൻ എന്തൊക്കെ കെഞ്ചനുണ്ട് എന്ന് ഖുർആൻ പറയുന്നുണ്ട്. ഒന്ന് നീട്ടിത്തരുവോ, ഒരല്പനേരത്തേക്ക് പിന്തിച്ചു തരുവോ എന്ന് ചോദിക്കുന്നുണ്ട്. ഒന്ന് മടക്കി തരുമോ എന്ന് പറയുന്നുണ്ട്. ഒരുപാട് അപേക്ഷകളുണ്ട്. ഇതൊക്കെ മനുഷ്യൻ പറയുന്നതാണ്. അതുകൊണ്ട് തന്നെ അങ്ങനെ കരഞ്ഞ് എപ്രാളപ്പെട്ട് മരിച്ചു പോകുന്നൊരു മരണാവസ്ഥ വരാതിരിക്കാൻ നമ്മൾ ദുന്യാവിൽ നമ്മുടെ മരണത്തിൻ്റെ മുമ്പുള്ള ജീവിതം പരിശുദ്ധമാക്കലേ നിവൃത്തിയുള്ളൂ. കാരണം മരണം കൺമുമ്പിൽ കാണുന്ന നേരത്തുള്ള തൗബക്ക് സ്വീകാര്യത ഇല്ല. മരിക്കുകയാണ് എന്ന് ഉറപ്പുള്ള നേരത്ത് ചെയ്യുന്ന തൗബക്ക് സ്വീകാര്യതയില്ല. അതുകൊണ്ടാണ് ഖുർആൻ എപ്പോഴും എന്ത് പറയുന്നത്, വാനീബൂ ഇലാ റബ്ബിക്കും വഅസ്ലിമൂ ലഹു മിൻ ഖബ്ലി. എന്ത് വേണം? നിങ്ങൾക്ക് ശിക്ഷ വരുന്നതിൻ്റെ മുമ്പ് നിങ്ങൾ എന്ത് ചെയ്യണം? തൗബ ചെയ്യണം. അത് നമുക്കെല്ലാവർക്കും അല്ലാഹു തആല തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. അല്ലാഹു നമ്മുടെ എല്ലാ ഉദ്ദേശങ്ങളും പൂർത്തീകരിച്ച് തരികയും ആഫിയത്തോടുകൂടെയുള്ള ദീർഘായുസ്സ് നൽകി നമ്മെ എല്ലാവരെയും മലക്കുൽ മൗത്ത് നമ്മെ സമീപിക്കുമ്പോൾ റബ്ബിന് തൃപ്തിപ്പെടുന്ന വിധത്തിൽ ഈ ലോകത്ത് നിന്ന് വിട പറയുന്ന നല്ലവരിൽ നമ്മയും നമ്മുടെ മാതാപിതാക്കളെയും ബന്ധുമിത്രാദികളെയും മക്കളെയും എല്ലാവരെയും അല്ലാഹു ഉൾപ്പെടുത്തുമാറാകട്ടെ.
മാരകമായ രോഗങ്ങളിൽ നിന്ന് റബ്ബ് നമ്മെ എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. നമ്മിലെ രോഗികൾക്ക് പരിപൂർണമായും അല്ലാഹു ശിഫ നൽകുമാറാകട്ടെ. നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയിട്ടുള്ള പല ആളുകളുമുണ്ട്. നമ്മുടെ ക്ലാസ്സുകൾക്ക് സാധാരണ പങ്കെടുക്കുന്ന നമ്മുടെ റഷീദ് സാഹിബിൻ്റെ ഉമ്മ അടുത്ത ദിവസം മരണപ്പെട്ടു. നല്ല ഖബറടക്കമൊക്കെ നടന്നു. അള്ളാഹു ആ മഹദിക്ക് എല്ലാ അർത്ഥത്തിലും ഖബറിൽ സന്തോഷം പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മയും അവരെയും അള്ളാഹു അവൻ്റെ ജന്നത്തിൽ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. നമ്മളിൽ പലരുടെയും ഏറ്റവും പ്രിയപ്പെട്ടവരായ പലരും, നമ്മുടെ മാതാപിതാക്കൾ, അതേപോലെ തന്നെ മറ്റു ബന്ധപ്പെട്ട ആളുകളൊക്കെ പലരും ഖബറിലാണ്. അള്ളാഹുവേ, അവർക്കെല്ലാം നീ പരിപൂർണമായും എല്ലാ അർത്ഥത്തിലും നിൻ്റെ ബറക്കത്തും റഹ്മത്തും അവരുടെ ഖബറിൽ ചൊരിഞ്ഞു കൊടുക്കണമേ. ഞങ്ങളിൽ ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾക്ക് നീ ആഫിയത്തുള്ള ദീർഘായുസ്സ് പ്രദാനം ചെയ്യണേ. എല്ലാ അർത്ഥത്തിലും റബ്ബേ, ഞങ്ങളുടെ മാതാപിതാക്കളോടൊപ്പം ബന്ധുമിത്രാദികളോടൊപ്പം നിൻ്റെ സ്വർഗം പങ്കിടാനുള്ള തൗഫീഖ് നീ പ്രദാനം ചെയ്യണേ. നാഫിയായ ഇൽമിനെ നീ വർദ്ധിപ്പിച്ചു തരണേ. ഈമാനും തഖ്വയും വർദ്ധിപ്പിച്ചു തരണമേ. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا إنك أنت الغفور الرحيم. اللهم توفنا مسلمين وألحقنا بالصالحين. الحمد لله رب العالمين. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك.